Good morning. Good morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഷീല മാം ആണ്. മാം പാരന്റിങ് കോച്ചാണ്, പ്രഗ്നൻസി കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാം. ഷീല മാം സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ. Progress. ഹലോ, കേൾക്കാമോ എന്നെ? കേൾക്കാമോ? കേൾക്കാം മാം. ഹലോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. മാം എക്കോ വരുന്നുണ്ടല്ലോ. മാം രണ്ടെണ്ണത്തിന് ജോയിൻ ആയിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് കടക്കാം. പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ദിവസത്തെയും ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. പ്രയോജനം എല്ലാവർക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. തീർച്ചയായിട്ടും പ്രീ കൺസെപ്ഷണൽ കെയർ എന്നാണ് ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് യെസ് കമന്റ് ചെയ്തേ. കേട്ടിട്ടുണ്ടോ? ഹലോ, കൺസെപ്ഷണൽ ആണോ? കൺസെപ്ഷണലോ? പ്രീ കൺസെപ്ഷണൽ. ഇല്ല. അപ്പം നമുക്ക് ആ വേർഡിൽ കേൾക്കാമല്ലോ എന്നെ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പം നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും പ്രീ കൺസെപ്ഷണൽ, അതായത് നമ്മൾ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മെന്നാണെങ്കിലും വുമൺ ആണെങ്കിലും നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മളെ തന്നെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പീരീഡിനാണ് പറയുന്നത് പ്രീ കൺസെപ്ഷണൽ പീരീഡ് അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന്. അപ്പം നമുക്ക് പ്രഗ്നൻസി വേണം അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞു വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ആ ആഗ്രഹം തൊട്ട് ആ കൺസെപ്ഷൻ നടക്കുന്നത് വരെ നമ്മൾ എടുക്കുന്ന ഒരുക്കങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രീ കൺസെപ്ഷണൽ കെയർ. സാധാരണ ഇതൊരു 6 months അല്ലെങ്കിൽ 3 months അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 month ഇന്റർവെല് വേണം ഇത് നടക്കാനെന്നാ പറയുന്നത്. കാരണം നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ശരീരത്തെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്കൊരു കുട്ടി വേണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തോട് കൂടിയുള്ള ഒരു കൺസെപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അത് വളരെ ഫ്രൂട്ട്ഫുൾ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറയുന്നത്
നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന സംഗതികളാണ്. അതായത് നമ്മളൊരു ബയോമെഡിക്കലായിട്ടും ബിഹേവിയറലായിട്ടും അതുപോലെ തന്നെ സോഷ്യലായിട്ടും ഒക്കെയുള്ള നമ്മളെ ആ ഒരു കുറച്ച് ഇന്റർവെൻഷൻസ് നമ്മൾ കൺസെപ്ഷന് മുമ്പേ എടുത്തിട്ട് ഈ കപ്പിൾസിന്റെ അല്ലെങ്കിൽ മെൻ ആൻഡ് വുമണിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രഗ്നൻസി ഔട്ട്കം ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അതായത് ഒരു ഹെൽത്തി പ്രഗ്നൻസി, ഹെൽത്തി മദർ, ഹെൽത്തി ബേബി ആയിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി WHO തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾക്കാണ് പറയുന്നത് പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന്. അതായത് ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഇയർലി ഇന്റർവെൻഷൻ എടുക്കുകയാണ്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, അപ്പം അതിനുള്ള ഒരു ഇയർലി ഇന്റർവെൻഷൻ എടുക്കുകയാണെങ്കിൽ ശരിക്കും മദറിന്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ കുട്ടിക്കുണ്ടാവുന്ന പ്രോബ്ലംസും എന്തെങ്കിലുമൊക്കെയുള്ള ലോ ബർത്ത് വെയിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺജനിറ്റൽ അനോമലി അങ്ങനെയുള്ള കാര്യങ്ങളും മോർട്ടാലിറ്റി മോർബിഡിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ പ്രീ കൺസെപ്ഷണൽ കെയർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പ്രീ കൺസെപ്ഷണൽ കെയറിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂട്രീഷണൽ കെയർ ആണ്. ഭക്ഷണത്തിന് നമ്മൾ ഇത്തിരി ഒരു അറ്റ്ലീസ്റ്റ് പറ്റുവാണെങ്കിൽ ഒരു 3 months അല്ലെങ്കിൽ 1 month മുമ്പെങ്കിലും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭക്ഷണത്തിൽ ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ ഈ പ്രഗ്നൻസി ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ശരിക്കും ഒരു 1 month അല്ലെങ്കിൽ ഒരു 3 month മുമ്പ് കഴിക്കണം എന്നാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഈ നട്ടെല്ലിന്റെ ഒക്കെ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിന്, കൺജനിറ്റൽ ഡിഫക്റ്റിനൊക്കെ പറയുന്ന പേരാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് അയണും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ഇൻടേക്ക് ഒക്കെ നന്നായിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ അഭാവം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉപ്പിനകത്താണേലും നമ്മുടെ റേഡിയോയിലൊക്കെ പരസ്യം കേൾക്കാമല്ലേ, അയഡൈസ്ഡ് ഉപ്പ് കഴിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അയണിന്റെ കണ്ടന്റും കൂടുതലായിരിക്കണം. കാൽസ്യം വേണം. എന്തിനാന്ന് ചോദിച്ചാൽ ഇതിപ്പം ഒരു കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വളരാനും കുഞ്ഞിന്റെ എല്ലിനും ഒക്കെ നല്ല ശക്തി, ബോൺ ഡെൻസിറ്റി, മാസും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമുക്കൊരു 30ൽ കൂടുതലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഒബീസിറ്റിയിലേക്ക് പോകും. BMI ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ഒരു 30ലൊക്കെ കൂടുതൽ പോയാൽ അത് ഒബീസിറ്റിയിലേക്ക് പോകും. അപ്പൊ നമുക്കൊരു ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിയിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ വിളർച്ച, നമ്മൾ പേപ്പറിലും അല്ലാതെയൊക്കെ കാണുന്നതാണ്. ചിലർക്ക് HB 7 അല്ലെങ്കിൽ 8 gram% ഒക്കെ കാണത്തുള്ളായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ HB ഒരു 12 gram കൂടുതൽ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പ്രഗ്നൻസിയിലേക്ക് കടക്കാൻ. ഇതാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിനുള്ള ഗ്രീൻ ലീഫ്ലി വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി വേണം കാര്യങ്ങൾ ന്യൂട്രീഷൻ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്രീഷനകത്ത് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രീ കൺസെപ്ഷണൽ പീരീഡ്, സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നു നേരത്തെ, നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ചില കേസുകളിൽ ഡയബറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയിഡിന്റെ കണ്ടീഷൻ ഉണ്ടാവാം, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം, ചെറുതായിട്ട് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ആസ്മയൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസിന്റെ ചെറിയ തുടക്കം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, പിന്നെ ചില ലേഡീസിനാണെങ്കിലും മെയിൽസിനാണെങ്കിലും നമുക്കറിയാം ഈ നമ്മൾ ഫിറ്റ്സ് എന്നൊക്കെ പറയല്ലേ, നമുക്ക് എപ്പിലിപ്സി ഉണ്ടാവുന്നത്, അത്തരം കണ്ടീഷൻസ്. പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്ര ഒക്കെ അല്ല എങ്കിൽ, അതായത് നമുക്ക് ഏറ്റവും കുറെ കൂടുതൽ ആങ്സൈറ്റിയും അല്ലെങ്കിൽ ചിലരിലൊക്കെ ഒരു ഡിപ്രഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസെപ്ഷന് മുമ്പേ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഒരു മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞ് നമ്മൾ കൺസീവ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് WHO പറയുന്നത്. അതായത് നമുക്കുണ്ടാകുന്ന എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി കണ്ടീഷൻസ്, കിഡ്നിയെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ്, കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ്,
ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു പ്ലാൻ ചെയ്യണം. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ എപ്പോൾ കുഞ്ഞ് വേണം എന്നുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശരിക്കും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നതിൽ ആ ഒരു അപ്രോപ്രിയേറ്റ് ഏജിനുള്ളിലാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഇപ്പം 18 വയസ്സ് താഴെയാണെങ്കിൽ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ടീനേജ് പ്രോബ്ലംസ് കാര്യങ്ങൾ കൊണ്ടുള്ള ടീനേജ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഇനി ഒരു എബോവ് 30 ആണ് WHO പറയുന്നത്. ശരിക്കും 20ക്കും 29നും ഇടയ്ക്ക് പ്രഗ്നന്റ് ആകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അത് കഴിഞ്ഞിട്ടും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് അപ്രോപ്രിയേറ്റ് ഏജ് എന്ന് പറയുന്നത്. 20 to 29 ആണ് അപ്രോപ്രിയേറ്റ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ 18 പുറകിലുള്ള ഒരു 16, 17 ഇതിലൊക്കെയുള്ള അഡോളസെന്റ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. ഇനി അഥവാ നമ്മൾ പ്രഗ്നൻസി ആയി ഇനി അടുത്ത പ്രഗ്നൻസി ഉടനെ തന്നെ ആവാതെ ആ ഒരു ബർത്ത് സ്പേസിംഗും ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ഫാമിലി പ്ലാനിങ് മെഷേഴ്സിനെ പറ്റിയുള്ള ഒരു അറിവും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കുക. അതുപോലെ ആവശ്യമെങ്കിൽ ചിലരില് കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമൊക്കെ ആയിക്കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കാം. അപ്പം ചിലപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ കോസ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ നമുക്ക് കുറെ സമയം എടുക്കും. അപ്പം നമുക്ക് ഒരു കൗൺസിലിങ്ങും നേടാൻ പറ്റും ആവശ്യമെങ്കിൽ. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് പ്ലാനിങ്ങിൽ വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻഫെക്ഷൻ സ്ക്രീനിങ്. നമുക്കറിയാം, നമ്മൾ ഇതിനകത്ത് പ്രഗ്നന്റ് കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. എപ്പോഴും ഇൻഫെക്ഷൻ സ്ക്രീനിങ് ഉണ്ട് നമ്മളൊരു ആന്റിനേറ്റൽ മദർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, അല്ലെ? മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ക്ലിയർ അല്ല. ടെസ്റ്റുകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. അപ്പം ശരിക്കും ഇവയൊക്കെ നമ്മൾ മാനേജ് ചെയ്തതിന് ശേഷം നമ്മൾ ഹലോ ഇപ്പൊ കേൾക്കാം മാം. അതിന്റെ ഇടയിൽ കുറച്ചു നേരം കേട്ടില്ല. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. പക്ഷെ ഇടയിൽ കുറച്ചു നേരം കേട്ടില്ല. വോയിസ് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ലൈഫ് പ്ലാനിങ് കേട്ടോ മാം? ഇപ്പൊ തന്നെ പറഞ്ഞു നിർത്തിയത് കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ മാം. അപ്രോപ്രിയേറ്റ് ഏജ് കേട്ടോ? ഏജ് കേട്ടോ? കേട്ടു. അത് കേട്ടായിരുന്നോ? ഹലോ, ഇല്ല മാം, ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. കേൾക്കാമോ? ഒന്നും കൂടെ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം. ഏതാണ്? കേൾക്കാം അല്ലേ? ഇങ്ങനെ പറയാം. ഓക്കെ, പ്ലാനിങ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം മാം. മാം ഇപ്പൊ കേൾക്കുന്നില്ല കേട്ടോ. അപ്രോപ്രിയേറ്റ് ഏജിൽ, അതായത് ഇതായിരിക്കും ഏറ്റവും നല്ലത്. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ, പ്രഗ്നൻസി ശരി. ഓക്കെ. പ്രഗ്നൻസിയുടെ അപ്രോപ്രിയേറ്റ് ഏജ് എന്ന് പറയുന്നത് 20 to 29 അല്ലെങ്കിൽ 30ക്ക് ഇടയ്ക്കാണ്. 30 കഴിഞ്ഞാണേലും നമ്മൾ വേവലാതിപ്പെടുകയൊന്നും വേണ്ട. WHO റെക്കമെൻഡ് ചെയ്തേക്കുന്ന ടൈമാണ് ഈ പറഞ്ഞേക്കുന്നത്. പക്ഷെ
ഒരു എബോവ് 40 പോയാൽ വേറെ കൺജനിറ്റൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഏജ് 20 to 29 അതേ ഉള്ളൂ. പിന്നെ ഇനി അഥവാ നെക്സ്റ്റ് പ്രഗ്നൻസി വേണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള സ്പേസിങ് ഉണ്ടായിരിക്കണം. നമുക്ക് ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങും എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും റുട്ടീനായിട്ട് ചെയ്യാറുണ്ട്. അതായത് HIV ടെസ്റ്റ്, സിഫിലിസിന്റെ ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസിന്റെ ടെസ്റ്റ്, ആവശ്യമെങ്കിൽ ട്യൂബർക്കുലോസിന്റെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഹിസ്റ്ററി പറയുവാണെങ്കിൽ നമുക്കുണ്ടോന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊരു ഇയർലി ഡിറ്റക്ട് ചെയ്ത് ആ കണ്ടീഷൻസ് ഒക്കെ മാനേജ് ചെയ്ത് നമ്മൾ പ്രഗ്നൻസിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി മദർ ആൻഡ് ഹെൽത്തി ബേബിയെ കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാക്സിനേഷൻ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? ഒരു 16 വീക്സിലും അല്ലെങ്കിൽ ഒരു 28 വീക്സിലും ഒക്കെ നമ്മൾ പ്രഗ്നൻസിയിലെ 2 കുത്തിവയ്പ് എടുക്കാറുണ്ട്. ഇപ്പോഴതിന് പറയുന്നത് ഇപ്പം കൊടുക്കുന്ന ഡി ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. മാം. കേൾക്കുന്നില്ല മാം, ക്ലിയർ അല്ല. അതിനു മുമ്പേ നമ്മുടെ വാക്സിനേഷൻ, MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ റുബെല്ല വാക്സിനേഷൻ കേട്ടോ? വാക്സിനേഷൻ ഇപ്പൊ കേക്കാം. ഇടയ്ക്കൊരു ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നു. അതെ, മഴയുണ്ടോ അവിടെ? ഉള്ള സ്ഥലമാണ്, പറഞ്ഞോളൂ. വൈഫൈ എടുക്കാതെ രക്ഷയില്ല. ഇപ്പം മഴയില്ല. വാക്സിനേഷൻ ഹിസ്റ്ററി ആണ് എനിക്ക് നോക്കണം. നമ്മൾ തോന്നുന്നത് റുബെല്ലാർ വാക്സിൻ എടുത്തിട്ടുണ്ടോ, MMR എടുത്തിട്ടുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ചക്കായല്ലോ. മൊത്തം പോയി തോന്നുന്നു. മാം ഒന്നും കേൾക്കുന്നില്ല കേട്ടാ, മ്യൂട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റിൽ നിന്നുള്ള കെമിക്കൽ എക്സ്പോഷർ നമ്മൾ കഴിവതും കുറയ്ക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു എക്സസീവ് ആയിട്ട് റേഡിയേഷൻ അടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അധികമായിട്ടും യൂസ് ചെയ്യുവോ, അല്ലെങ്കിൽ ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച ഏരിയയിൽ കൂടി നമ്മൾ വാക്സിനേഷൻ വരെ കേട്ടുള്ളൂ. ഓക്കെ സാറേ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡിങ് harmful exposures. ഒന്നും കേൾക്കുന്നില്ല. ഭയങ്കര റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സ്റ്റക്കായി. നമ്മുടെ എൻവയോൺമെന്റ് വായിക്കുന്നതും മാം ഒന്നും കേട്ടില്ല കേട്ടാ ഞങ്ങള്.
എന്താ ചെയ്യുന്നേ? ആ അങ്ങ് സ്റ്റക്കായി പോവാ. അതെ, ഇൻഫോർമേറ്റീവ് ആയിരുന്നു, പക്ഷെ ഒന്നും ക്ലിയർ ആവുന്നില്ല. അവോയ്ഡിങ് ഹാർംഫുൾ എക്സ്പോഷേഴ്സ്. അതെ. കെമിക്കൽ എക്സ്പോഷർ ആണ് പറഞ്ഞത്. ഇപ്പൊ ആ കേക്കാമോ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. ആ ഇപ്പൊ കേക്കാം. ഓക്കെ. മാം വീഡിയോ വേണമെങ്കിൽ ഓഫ് ആക്കിക്കോളൂ മാം, പ്രശ്നമില്ല. വീഡിയോ ഓഫ് ആക്കിക്കോളൂ, ശരിയാ, എന്നിട്ട് ചിലപ്പം വീഡിയോ സംസാരിച്ചു കുറച്ചും കൂടെ കേൾക്കാമോ? കേൾക്കാം. Yes, ഓക്കെ. yes. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഹാംഫുൾ എക്സ്പോഷർ നമ്മുടെ ചുറ്റുവട്ടമുള്ള എൻവയോൺമെന്റൽ, ഈ പെസ്റ്റിസൈഡ്, ടോക്സിക് കെമിക്കൽസ്, ഹെവി മെറ്റൽസ്, ഇവയൊക്കെ ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒക്കുപേഷണൽ ഹസാർഡായിട്ട് വരാം. ഇത്തരമുള്ള റിസ്കുകളൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറി നിന്നാലേ നമ്മുടെ ഫെർട്ടിലിറ്റി ഒക്കെ കറക്റ്റ് ആവുകയും ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്കോ ഒരു എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉള്ള കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് അബോർഷൻ ഉണ്ടാവുകയാണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായിട്ട് ഒരു ജനറ്റിക് അസസ്മെന്റ് നടത്തണം. അതിന് ജനറ്റിക് കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. പിന്നെ ഇപ്പം നമ്മുടെ വീടുകളില് പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന വയലൻസ്, ഭർത്താവിന്റെ ഉപദ്രവമോ അല്ലെങ്കിൽ മദർ ഇൻ ലോയുടെയോ ഫാദർ ഇൻ ലോയുടെയോ എന്തെങ്കിലുമൊക്കെ ഉപദ്രവ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഈ കുഞ്ഞിനെ, അമ്മയെയും കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യണം, ആവശ്യത്തിന് ഉറങ്ങണം, നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, നമ്മൾ തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം. പിന്നെ നമുക്ക് പ്രഗ്നൻസി ആയോ അതിനെപ്പറ്റിയുള്ള ആ ഒരു വാർണിംഗ് സൈൻസിനെ പറ്റിയൊക്കെയുള്ള ഒരു അവയർനെസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ ഫീമെയിലിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, മെയിലിന്റെ ഇൻവോൾവ്മെന്റും ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾക്കായാലും ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസിനായാലും. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസിൽ കൂടുതലും മെയില് സ്മോക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്നവർ, എക്സസീവ് കോഫിയൊക്കെ എടുക്കുന്നവർ. അപ്പൊ ഇതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫെർട്ടിലിറ്റി കറക്റ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവരുത്. നമുക്ക് തന്നെ ഒരു അവയർനെസ് ഇതിനെപ്പറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വേണം, അതായത് ഒരു ഷെയർഡ് പ്ലാനിങ് ഉണ്ടാകണം പ്രഗ്നൻസിയുടെ പ്ലാനിങ്ങിൽ. അതാണ് ശരിക്കും വേണ്ടത്. അപ്പം ശരിക്കും ഓരോ പ്രഗ്നൻസിയും പ്ലാൻഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ ചെയ്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. വളരെ കുറച്ച് മാത്രമേ പ്ലാൻ ചെയ്ത് ഉണ്ടാവാറുള്ളൂ. പക്ഷെ അത് പ്ലാൻ ചെയ്ത് ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വ്യത്യാസം ആ കുട്ടിക്കും ഉണ്ടാകും, അല്ലെങ്കിൽ ആ അമ്മയ്ക്കും ആ ഒരു സന്തോഷം ഉണ്ടാകും, ആ കുടുംബത്തിലും ആ ഒരു സന്തോഷം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് WHO ഇതുപോലെ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് നമുക്ക് തന്നേക്കുന്നത്. മെയിനായിട്ടും മറ്റേണലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മരണം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും കൺജനിറ്റൽ ആയിട്ടുണ്ടാകുന്ന അനോമലീസ് ഒഴിവാക്കാൻ വേണ്ടി 37 ആഴ്ച പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള ബർത്ത് അവോയ്ഡ് ചെയ്യാനും, അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു 2 kg താഴെയുള്ള ബർത്ത് വെയിറ്റ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ശരിക്കും WHO ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് പ്രഗ്നൻസി കെയറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പോയിന്റ്സ്. അതായത് നമ്മളത് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. ഒരു 3 months ബിഫോർ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ ഭക്ഷണം, അതായത് നമ്മൾ മെയിനായിട്ടും ഫോളിക് ആസിഡ് സപ്ലിമെന്റ് എടുത്തിരിക്കണം. നമ്മുടെ ബോഡിയിലെ അയണും കാൽസ്യവും ഒക്കെ ഇൻടേക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ബോഡി വെയിറ്റ് വളരെ എക്സസീവ് വെയിറ്റ് ആണെങ്കിൽ നമ്മൾ അത് കുറയ്ക്കണം. അതുപോലെ തന്നെ വിളർച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള മരുന്ന് ഡോക്ടറെ കണ്ട് കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് കടക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് തുറന്നു പറയണം.
ഡയബറ്റീസോ തൈറോയിഡോ ആസ്മയോ കിഡ്നി ഡിസീസോ ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് ഡിസീസ് എപ്പിലെപ്സി ഇനി അല്ലെങ്കിൽ മെന്റലി ഇച്ചിരി ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടുതലുള്ള ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിയിലേക്ക് കടക്കുക. പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ശരിക്കും 40-45 ഒക്കെ ആയാൽ മാത്രമാണ് വേറെ പ്രശ്നങ്ങൾ ഈ മംഗോളിസം ഉള്ളത്. അതിലോർത്ത് ടെൻഷൻ അടിഞ്ഞ കഴിവതും നേരത്തെ ആകുക. പിന്നെ 17 ടീനേജ് പ്രഗ്നൻസി നമ്മൾ ശരിക്കും അവോയ്ഡ് ചെയ്യണം. നമുക്ക് ബർത്തിന്റെ ഇടയിൽ നല്ലൊരു സ്പേസിങ് ഉണ്ടായിരിക്കണം. ആവശ്യമെങ്കിൽ ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൗൺസിലിങ്ങിന് പോകുക. അതുപോലെ തന്നെ നമ്മളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഒരു പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോഴേ HIV സിഫിലിസും ഹെപ്പറ്റൈറ്റിസും STI ഒക്കെ നോക്കാറുണ്ട്. അപ്പം ഇവയൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് നോക്കുവാണെങ്കിൽ ഈ മറ്റേണലും ഫീറ്റലും കോംപ്ലിക്കേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അമ്മയുടെ വാക്സിനേഷൻ, അമ്മ റുബല്ല വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ള ടെറ്റനസ് വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് നമ്മൾ നേടുക. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ എൻവയൺമെന്റൽ എക്സ്പോഷർ, ഒക്കുപേഷണൽ റിസ്ക് അങ്ങനെയുള്ള സംഗതികളിൽ നിന്നും കുറച്ച് നമ്മൾ മാറി നിന്നാൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടും ഇപ്പൊ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ റേഡിയേഷൻ ഒത്തിരി എക്സ്പോഷർ ഉണ്ടാവും. ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ ആ പെസ്റ്റിസൈഡിന്റെ ഉപയോഗിക്കുന്ന ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ആ പെസ്റ്റിസൈഡ് കൂടുതലായിട്ട് അവർ ശ്വസിക്കാറുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽസും ഹെവി മെറ്റൽസ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒക്കുപേഷണൽ ഹസാർഡ്സ് കുറച്ചൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ അവോയ്ഡ് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഈ മരുന്നുകളുടെ ഉപയോഗവും ആൽക്കഹോളിസവും സ്മോക്കിങ്ങും ഇവയൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമുക്കൊരു 2-3 പ്രാവശ്യമൊക്കെ ഒരു അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കൺജനിറ്റൽ അനോമലി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനറ്റിക് കൗൺസിലിങ്ങിന് നമ്മൾ പോകേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ നേരെയുള്ള മർദ്ദനം, അതായത് ഈ പെൺകുട്ടിയുടെ നേരെയുള്ള വൈഫിന് നേരെയുള്ള മർദ്ദനം ആ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് അറിയാം അല്ലെ, നമ്മൾ ആവശ്യത്തിനുള്ള എക്സർസൈസ് ഡെയിലി എടുക്കണം, സ്ലീപ്പ് ഉണ്ടായിരിക്കണം, സ്ട്രെസ് മാനേജ് ചെയ്യണം, ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം കുടുംബത്തില്. പിന്നെ നമ്മൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയി എന്നുള്ള അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവണം, ഒരു വാർണിംഗ് സൈൻസ്. പിന്നെ അതുപോലെ തന്നെ മെയിൽ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിട്ടുണ്ട്. ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യത്തിലാണേലും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്നതിനും STD പ്രിവെന്റ് ചെയ്യുന്നതിനും ഫെർട്ടിലിറ്റിയുടെ അവയർനെസ്സിനെ പറ്റി ഒക്കെ മെയിൽ നമ്മൾ നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പ്രീ കൺസെപ്ഷണൽ കെയറിനകത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടല്ല, ഇത് ശരിക്കും വളരെ ഒരു എക്സെപ്ഷണൽ സബ്ജക്റ്റ് ആയിരുന്നു. ശരിക്കും എനിക്കറിയത്തില്ല, ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിനകത്തൊക്കെ ഇതൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും നാളും പക്കവും നോക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ അങ്ങനെ അഥവാ ഈ പ്രീ മാരേജ് കൗൺസിലിനെ കുറിച്ച് മാമിന് അറിയാമോ? ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിന് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കാറുണ്ടോ മാമിന്റെ? ഇത് ഇത് റേഞ്ചിന്റെ പ്രശ്നമാണോ? പറയുന്നില്ല, പ്രീ മാരേജ് കൗൺസിലിംഗിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല സാർ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിടുന്ന് കിട്ടും ഈ അറിവുകൾ? അതൊരു ഭയങ്കര പ്രശ്നമാണ്.
ഇപ്പൊ ഈ പറയുന്ന കാര്യം തന്നെ ഈ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറയുമ്പോൾ തന്നെ ഞാനിന്ന് കയറിയത് തന്നെ ഇത് കൊണ്ടാണ്. ഓക്കെ. ഞാൻ ഇന്നലെ കയറിയില്ലായിരുന്നു. ഇന്ന് കയറിയത് തന്നെ ഇതുകൊണ്ടാണ്. ശരിക്കും ഇതൊക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടും? എനിക്ക് അതാണ് തോന്നുന്നില്ല. ശരിക്കും അവയർനെസ് കൊടുക്കേണ്ടതാണ്. അവയർനെസ് കൊടുക്കേണ്ടതാണ്. പക്ഷെ ശരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിനകത്ത് അവര് പെരുമാറ്റത്തിന്റെ കാര്യം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു സയന്റിഫിക് പിന്നെ സെഷൻ ഈ പ്രീ മാരേജ് ഇതിൽ കൊടുക്കേണ്ടതാണ്. കാര്യം ഇതൊന്നും ആർക്കും അറിയില്ല. ആർക്കും അറിയത്തില്ല. എനിക്കിതൊന്ന് പ്രൊഫഷണൽ അല്ല മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കാം. പക്ഷെ ഈ സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഈ സംഗതികളൊന്നും അറിയില്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അപരിചിതം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കിയിട്ടല്ല മാരേജ് നടത്തുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എന്താണ് ഒരു മാർഗം എന്നുള്ളത് മാഡം ഇപ്പോൾ നടത്തിയ ടോക്ക് മാക്സിമം ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് ഇപ്പോൾ ഇതെന്തായാലും യൂട്യൂബിൽ വരും, മാഡം എടുത്ത യൂട്യൂബിൽ വരും. പക്ഷെ ഇത് ഭയങ്കര എന്നുവെച്ചാൽ ഏറ്റവും ഇതിനകത്ത് പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ലെക്ചർ, എ കംപ്ലീറ്റ് ടീച്ചിങ്, എ പെർഫെക്റ്റ് ടീച്ചിങ്. സൂപ്പർ, വെരി സൂപ്പർ. ഇതിനകത്ത് ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മാഡത്തിന്റെ ഇത് മാക്സിമം ഇത് ഇനിയിപ്പോൾ റെക്കോർഡിങ് വരുമല്ലോ, മാക്സിമം ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഇടാമോ ആ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം ഐ വിൽ ഷെയർ മാക്സിമം. എൻ്റെ ഞാൻ ഇതിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇത് അയച്ചു കൊടുക്കണം. പക്ഷേ ഇതൊക്കെ എത്രമാത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും? പിന്നെ കല്യാണത്തിന് മുമ്പ് എല്ലാവരും നാളും പിന്നെ ജാതകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് വ്യാഴവും ചൊവ്വയൊക്കെ കയറി പിടിക്കുകയും ചെയ്യും. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളോ മാനസികമായ പ്രീ മാരേജ് കൗൺസിലിങ്ങിന് തന്നെ എത്ര പേര് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഭയങ്കര കുറവാണ് സാറേ. പ്രീ മാരേജ് കൗൺസിലിംഗ് ക്രിസ്ത്യൻസിന് മസ്റ്റ് ആണല്ലോ. ക്രിസ്ത്യൻസിന് മസ്റ്റ് ആണ്. പിന്നെ ഹിന്ദുസില് SNDP അല്ലെങ്കിൽ NSS SNDP കുറച്ച് കൂടെ നമ്മുടെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്, പേപ്പറിനകത്ത് ന്യൂസ് കാണുന്നുണ്ട്. പക്ഷെ NSSന്റെയും അങ്ങനെയുള്ള ഹിന്ദുക്കളുടെ മറ്റുള്ള ഇതിലൊന്നും അധികം ഇതൊന്നും കൊടുക്കുന്നില്ല. ഒരു അവയർനെസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ന്യൂസ് പേപ്പറിലൊന്നും അങ്ങനെ നമ്മളൊരു വാർത്ത കാണാറില്ല. ന്യൂസ് പേപ്പറിൽ കണ്ട വാർത്തയാണ് ഈ SNDPയുടെ ഓരോ ശാഖാ ബേസിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പേപ്പറിൽ കാണാറുണ്ട്. മറ്റുള്ളത് സാർ എവിടെയാ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം ശരിക്കും കരുനാഗപ്പള്ളിയാണ്. ഇപ്പൊ പക്ഷെ കോഴിക്കോടാണ്. ഓക്കെ. പിന്നെ വെരി നൈസ്, കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് ഷുഡ് ബി ഷെയർഡ് മാക്സിമം. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരവർ ഉള്ള എല്ലാ ഗ്രൂപ്പിലും ഈ മാഡത്തിൻ്റെ ടോക്ക് ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യട്ടെ, അത് താല്പര്യമുള്ളവർ ചെയ്യട്ടെ. ഇതിങ്ങനെയുള്ള ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ അനോമലീസും പിന്നെ ബർത്ത് കോംപ്ലിക്കേഷൻസും
ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ കേരളത്തിലെ പിന്നെ കുട്ടികൾ ഇത് പിന്നെ മദേഴ്സ് ഡെത്തും പിന്നെ ചിൽഡ്രൻസ് ഡെത്ത് ബേബി ഡെത്തും ഒക്കെ മാക്സിമം കുറഞ്ഞു നിൽക്കുന്നതാണ്. കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസീവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഡോക്ടേഴ്സിനെ കാണുന്നത്. ശരിക്കും മാരേജിന് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് ഡോക്ടറെ കാണാനുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ചെയ്യുന്നില്ല, എനിക്ക് 100% ഉറപ്പാണ്. ഇല്ല, അതുകൊണ്ട് അത് തന്നെയല്ല സാറേ, നമ്മുടെ ഈ കൺസെപ്ഷൻ നടന്ന് 12 വീക്സിനുള്ളിൽ കുഞ്ഞിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളായല്ലോ. പിന്നെ അതിന്റെ വളർച്ച മാത്രമല്ലേ ഉള്ളൂ. ഈ 12 വീക്സ് കഴിഞ്ഞിട്ടല്ലേ ഈ അപ്പനും അമ്മയും ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയാണ് അവര് ഭക്ഷണത്തെ പറ്റിയൊക്കെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭക്ഷണം പ്രീവിയസ് 6 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് നല്ല രീതിയിൽ കഴിച്ച് ഒരുങ്ങി വേണം ഇതിനകത്തായിട്ട് നമ്മൾ പോകാൻ. അതൊന്നും ആർക്കും അറിയത്തില്ല. ശരിക്കും മാരേജിന് മുമ്പ് തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതിനു മുമ്പേ തന്നെ കൺസെപ്ഷന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങളെല്ലാം പിന്നെ നോക്കി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പ്ലാനിങ് സൂപ്പർ കേട്ടോ, ഇറ്റ്സ് സൂപ്പർ ആൻഡ് പെർഫെക്റ്റ്. Okay, thank you. Congratulations. Thank you. Good morning, Sheila ma'am. നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പിക്. ഡോക്ടർ റൈറ്റ് പേഴ്സൺ ആയിരുന്നു ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റണം. അതിന് ഇതിൽ കുറച്ച് നമ്മുടെ പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പേരൻസ് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ച ശേഷം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അവയർനെസ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഈ ആഫ്റ്റർ കൺസീവിങ് കെയറും പോസ്റ്റ്മോർട്ടം എന്നൊക്കെ ഒരുപാട് ടോക്സ് അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ചിട്ട് വളരെ റെയർ ആയിട്ടാണ് ടോപ്പിക്സ് നമ്മൾ കേൾക്കുന്നത്. സോ ഇറ്റ് വാസ് വെരി വെരി ഇൻഫോർമേറ്റീവ്, എഡ്യൂക്കേറ്റീവ് ആയിരുന്നു. മാം സർ ആയിരുന്നു, സർ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തു. സർക്ക് അതിനെ കുറിച്ചിട്ട് നല്ല നോളേജ് ഉള്ളത് കൊണ്ട് യു ആർ കവേർഡ് എവറിത്തിങ് എന്നുള്ള ഒരു രീതിയിൽ സർ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. സോ മാം സ്പാർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെ മുന്നോട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ട്, ഈവൻ ബിഫോർ കൺസീവിങ്, ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ദെൻ ഹൗ ടു ബ്രിങ് ഔട്ട് എ ഗുഡ് പ്രൊഡജി എന്നുള്ളതും മാം നല്ല രീതിയിൽ അത് എടുത്തു. താങ്ക് യു വെരി മച്ച് മാം. ഇങ്ങനത്തെ കുറെ സെഷൻസ് ആയിട്ട് മുന്നോട്ട് വരണം. വെൽ ഡൺ മാം. വെരി ക്ലിയർ പ്രസന്റേഷനും വോയിസ് എവറിത്തിങ് എക്സെപ്റ്റ് ഫോർ ദ ഡിസ്റ്റർബൻസ്. ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതർവൈസ് വെരി വെൽ പ്രസന്റഡ് സെഷൻ മാം. താങ്ക് യു. ഇങ്ങനെ ഒരു സജിന മാം പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു സെഷൻ ഇത് ആരുടെ ഐഡിയ ആണ്? ശരിക്കും മാഡത്തിന് എങ്ങനെ കിട്ടി? മാഡത്തിന് സത്യം പറഞ്ഞാൽ ഇന്ന് ക്ലാസ് എടുക്കാനുള്ള ആള് ഇല്ല. ആൾക്ക് ഫീവർ ആയിട്ട് വരില്ലാന്ന് പറഞ്ഞപ്പോ ഷീല മാം എനിക്ക് വെറുതെ ഒരു വീഡിയോ അയച്ചു തന്നതായിരുന്നു ഇതിന്റെ. അപ്പൊ എനിക്ക് തോന്നി ഇത് നല്ലൊരു ടോപ്പിക്കാണല്ലോ. നമ്മുടെ മോർണിംഗ് സർക്കിളിലൊന്നും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കേ വന്നിട്ടില്ല. പിന്നെ ആർക്കും ഇതിനെക്കുറിച്ച് എനിക്ക് അവയർനെസ് ഇല്ല സത്യം പറഞ്ഞ. അപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞു ഈ ടോപ്പിക്ക് കുഴപ്പമുണ്ടാവില്ല മാം, എടുക്കാം. പിന്നെ മാം ഇതിന്റെ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ല മാം, ഷീല മാം? അത് കുഴപ്പം ഇല്ലാന്ന് മാത്രമല്ല,
ഇതൊരു വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്തായാലും അത് സജസ്റ്റ് ചെയ്ത മാമിനും അത് ഇതിനകത്ത് നടത്തിയ സജന മാമനും കൺഗ്രാജുലേഷൻസ്. ഇതിന് മാക്സിമം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. സൂപ്പർ. ഇത് രണ്ടുപേർക്കും സാറേ കൺഗ്രാജുലേഷൻസ്. ഞാന് ഓൺലൈനായിട്ട് പ്രഗ്നൻസി കെയറിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ശരി. അത് ഈ പ്രഗ്നൻസി കെയർ ഒക്കെയാണ്. പക്ഷെ ഈ പ്രീ കൺസെപ്ഷണൽ എന്ന് പറയുന്നത് ഇത് വളരെ റെയറായിട്ട്, ഇങ്ങനൊരു സംഗതി ഞാൻ ആദ്യമാണ് ഇങ്ങനൊരു സംഗതി കേൾക്കുന്നത്. നമ്മളിപ്പോ മെഡിക്കൽ പീപ്പിളൊക്കെ സാറേ ആകുമ്പോൾ WHO പണ്ടേ ഇട്ടേക്കുന്നതാ. WHO ഫണ്ടിട്ടേക്കുന്ന പണ്ടേ ആർക്കറിയാം? ഇതിപ്പോ ഞങ്ങളൊക്കെ മെഡിക്കൽ പീപ്പിൾ ആയതുകൊണ്ട് മെഡിക്കൽ പീപ്പിളിന് അതിൻ്റെതായിട്ടുള്ള വിവരമുണ്ട്. പക്ഷെ ഇത്രയും ഒന്നും ഈ മെഡിക്കൽ പീപ്പിൾ പോലും ഇത്രയൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇല്ല ഇത്രയൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ശരിക്കും റിയലി ഗ്രേറ്റ്. ഡോക്ടർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ദാറ്റ് ഈവൻ മെഡിക്കൽ ഫീൽഡിൽ പോലും ഇതിന്റെ ഇമ്പോർട്ടൻസ് സൊസൈറ്റിക്ക് എത്തിക്കുന്നതിന്റെ റേറിറ്റിയാണ്. നമ്മള് ഒരു വയ്യായ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ പാർട്ടായിട്ട് എടുക്കാം. ആൻഡ് പേരൻസിനും ഇതിന് പേരൻസ് ഓൾസോ എഡ്യൂക്കേറ്റ് ചെയ്യാം. ബിക്കോസ് പേരൻസ് കുട്ടികളായിട്ട് നല്ല ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ ഹെൽപ്പ് ദ ചിൽഡ്രൻ. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ 2 മക്കളെ എനിക്ക് ഇത് അവെയർ ആയിരുന്നില്ല. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാലോ ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ വേണ്ട സ്റ്റെപ്സ് എടുത്തിട്ട് പണ്ടത്തെക്കാളും ഇപ്പൊ കുറെ ഓപ്പൺ ആണ്, ടോക്സ് ഒക്കെ ഒരുപാട് ഓപ്പൺ ആണ്. നമ്മളുടെ ജനറേഷനൊക്കെ ഇതൊന്നും സംസാരിക്കയില്ല, മീഡിയമും ഉണ്ടായിരുന്നില്ല, നമുക്ക് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഈ മീഡിയം ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. ദോ വി ആർ ടു ലേറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ യങ്സ്റ്റേഴ്സ്. ഇപ്പൊ ഇതിൽ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ആ യങ്സ്റ്റേഴ്സ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് വേണ്ട രീതിയിൽ എടുത്താലേ ചേഞ്ചസ് വരുള്ളൂ. മാഡം പറഞ്ഞൊക്കെ ശരിക്കും പിന്നെ പ്രീ മാരേജ് കൗൺസിലിംഗ്, പിന്നെ എന്തായാലും ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്രിപ്പറേഷൻ, അത് മാഡം എല്ലാം പറഞ്ഞു കേട്ടോ. ഇത് ഇറ്റ്സ് വെരി സൂപ്പർ ആൻഡ് പെർഫെക്റ്റ്. അവളുടെ വാക്സിനേഷൻ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? വാക്സിനേഷന്റെ കാര്യമൊക്കെ ഇപ്പൊ പിന്നെ ചെറിയ പ്രായം തൊട്ട് എല്ലാ വാക്സിൻസ് എടുത്താണ് ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ ആർക്ക് വാക്സിനേഷൻ എടുക്കുന്നു. അതുപോലെ ബാലൻസ്ഡ് ഡയറ്റ്, ഫോളിക് ആസിഡ് ഒക്കെ പ്രഗ്നൻസി ആയതിനു ശേഷമാണ് ഫോളിക് ആസിഡ് കഴിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഫോളിക് ആസിഡ് കഴിക്കുന്നത് പ്രഗ്നൻസി ആയതിനു ശേഷമാണ്. നല്ല ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പെർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ടോക്സിനകത്ത് ഇടുക കേട്ടോ സജിന മാം. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, താങ്ക് യു സജന മാം, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? താങ്ക് യു. താങ്ക് യു.